കളമശ്ശേരി നഗരസഭയിൽ UDF സ്ഥാനാർത്ഥി ജെസ്സി പീറ്റർ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നാടകീയ സംഭവവികാസങ്ങൾക്കൊടുവിലാണ് ജെസ്സി പീറ്റർ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2 ദിവസം നീണ്ടുനിന്ന അനിശ്ചിതത്വത്തിനൊടുവിലാണ് കളമശ്ശേരി നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നത്. പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം മുൻനിർത്തി റുഖിയ ജമാലിനെ ചെയർപേഴ്സണാക്കണമെന്ന കടുംപിടുത്തത്തിലായിരുന്നു കോൺഗ്രസിലെ ഐ വിഭാഗം. രാജ്യഭീഷണി ഉൾപ്പെടെയുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ ഐ ഗ്രൂപ്പ് നടത്തിയെങ്കിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിൽ KPCCയും DCCയും ഉറച്ചു നിന്നതോടെ ഐ ഗ്രൂപ്പ് നിലപാട് ഭയപ്പെടുത്തുകയായിരുന്നു. UDF സ്ഥാനാർത്ഥിയായ ജെസ്സി പീറ്ററിന് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് കോൺഗ്രസ് 18 കൗൺസിലർമാർക്കും വിപ്പ് നൽകിയിരുന്നു. രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 4 സ്വതന്ത്രരുടെ അടക്കം 27 വോട്ട് നേടി ജെസ്സി പീറ്റർ നഗരസഭാ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഭരണം നടത്താൻ കഴിയുമെന്ന് ജെസ്സി പീറ്റർ പറഞ്ഞു. ഇറങ്ങിപ്പോയതിൽ എനിക്കൊരു യാതൊരു വിഷമമില്ല. എന്തെങ്കിലും കാര്യത്തിനായിരിക്കും പോയിരുന്നത് കൂടെ ഉണ്ടാവും, എൻ്റെ കൂടെ ഉണ്ടാവുമായിരിക്കും ഉറപ്പുണ്ട്. എന്നാൽ ഭരണവുമായി സഹകരിക്കാൻ തയ്യാറല്ലെന്ന സൂചനയാണ് ഐ വിഭാഗം നൽകുന്നത്. ജെസ്സി പീറ്ററിന്റെ സത്യപ്രതിജ്ഞയടക്കം മറ്റ് നടപടിക്രമങ്ങളെല്ലാം ഐ ഗ്രൂപ്പ് ബഹിഷ്കരിച്ചു. തങ്ങൾക്ക് നീതി ലഭിച്ചില്ലെന്ന നിലപാടിലാണ് ഐ ഗ്രൂപ്പ്. റിപ്പോർട്ടർ, കൊച്ചി.